15 ദിവസത്തെ സാമൂഹ്യ സമ്പർക്ക സഹവാസ ക്യാമ്പിൻ്റെ ഭാഗമായി നടന്ന ഫീൽഡ് ട്രിപ്പ് സൈലന്റ് വാലിയിലേക്കായിരുന്നു. എല്ലാവരും രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പോകുവാനുള്ള തയ്യാറെടുപ്പിലായി. മാനേജ്മെൻറ്റ് അനുവദിച്ച സ്കൂൾ ബസ്സിലായിരുന്നു സൈലന്റ് വാലിയിലേക്കുള്ള യാത്ര. എല്ലാവരും ബസ്സിൽ കയറി. കഴിക്കാനുള്ള മയമാലിക്കയുടെ രുചിയേറും ഭക്ഷണവും കൂട്ടത്തിൽ അംജദിൻ്റെ ഉമ്മയുണ്ടാക്കിയ അച്ചാറും ഭക്ഷ്യകാർഷിക വകുപ്പ് വാഹനത്തിൽ കയറ്റി. 6 മണിക്ക് യാത്ര പുറപ്പെട്ടു. വാഹനം പെരിന്തൽമണ്ണ വഴി മണ്ണാർക്കാടെത്തി. അവിടെ നിന്ന് അല്പദൂരം കഴിഞ്ഞപ്പോൾ മുക്കാലിയിലെത്തി. മുക്കാലിയിൽ നിന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാഹനത്തിൽ മാത്രമേ 4 കിലോമീറ്റർ കാട്ടിലൂടെ സഞ്ചരിച്ച് സൈലന്റ് വാലി വാച്ച് ടവറിൽ എത്താൻ കഴിയുകയുള്ളൂ. മുക്കാലിയിൽ നിന്നും പോകുന്നതിന് മുൻപ് ഞങ്ങൾ അവിടെയുള്ള ചെറിയ ഗാർഡനിൽ ഇരുന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചു. പ്രിൻസിപ്പൽ ഇക്ബാൽ മാസ്റ്റർ നമുക്ക് പോകുവാനുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ബസ് റെഡിയായിട്ടുണ്ട്, എല്ലാവരും ബസ്സിൽ കയറണമെന്ന് ആജ്ഞാപിച്ചു. ഒരു ബസ്സും 3 ജീപ്പുകളുമായി അവിടെ നിന്നും യാത്ര തിരിച്ചു. അങ്ങനെ വാഹനം പുറപ്പെട്ടു. കാട്ടിലൂടെയുള്ള യാത്ര രസകരമായിരുന്നു. നിഗൂഢതയും സൗന്ദര്യവും നിറച്ച സൈരന്ധ്രീവനം. സൈലന്റ് വാലിയിൽ നിൽക്കുമ്പോൾ ശിരസ് അറിയാതെ ഉണർന്നു പോകുന്നു. ഈ നിത്യഹരിത മഴക്കാടിനുമപ്പുറത്ത് ഒരു സ്വകാര്യ അഹങ്കാരം മലയാളിക്കുണ്ടാവാനിടയില്ല. നിബിഡവും വന്യവുമായ ഇലച്ചാർത്തുകൾക്ക് കീഴിൽ സൈലന്റ് വാലി ഒരേ സമയം നമ്മെ മോഹിപ്പിക്കുകയും വിഭ്രമിപ്പിക്കുകയും ചെയ്യുന്നു. കാൽവണ്ണയിൽ നിന്ന് ചോര കുടിക്കുന്ന അട്ടകളെ ഒന്നൊന്നായി എടുത്തു മാറ്റുമ്പോൾ അറപ്പും വെറുപ്പുമായി ചില കുട്ടികൾ. സൈരന്ധ്രീവനം എന്ന പേര് കേൾക്കുമ്പോൾ അധികമാർക്കും അത് നിശബ്ദതയുടെ താഴ്വര എന്നറിയപ്പെടുന്ന സൈലന്റ് വാലിയെക്കുറിച്ചാണ് എന്നറിയാൻ തരമില്ല. ഉഷ്ണമേഖല മഴക്കാടുകളും ലോകത്ത് മറ്റെവിടെയും കാണാൻ സാധ്യതയില്ലാത്ത അപൂർവ ഇനം പക്ഷി മൃഗാദികളും വൃക്ഷലതാദികളും കൊണ്ട് സമ്പന്നമാണിവിടം. പോകുന്ന വഴിയിൽ മലയണ്ണാനെയും സിംഹവാലൻ കുരങ്ങിനെയും കാണാൻ സാധിച്ചു. കാട്ടിലൂടെ ഉള്ള ബസ് യാത്ര കണ്ണിന് കുളിർമയേകുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമായിരുന്നു. അവസാനം സൈലന്റ് വാലി ടവറിൻ്റെ അടുത്തെത്തി. കൊന്തിപ്പുഴ ഉത്ഭവിക്കുന്ന ഇടവും കാണാൻ സാധിച്ചു. അട്ടയുടെ വിഹാര കേന്ദ്രമാണ് സൈലന്റ് വാലി. അട്ടയുടെ പ്രഹരം ഒട്ടുമിക്ക പേർക്കും കിട്ടിയെന്ന് തന്നെ പറയാം. ചിലർ ഭയത്തോടെയും വെറുപ്പോടെയും ഇത്തിരി കുഞ്ഞൻ അട്ടയെ കണ്ട് അട്ടഹസിച്ചവരും കൂട്ടത്തിലുണ്ട്. മലയാളികൾക്ക് ഈ താഴ്വരയില്ലാതെ മറ്റൊന്ന് സ്വകാര്യ അഹങ്കാരമായി പറയാൻ ഉണ്ടായില്ല. നീലഗിരി പീഠഭൂമിക്കും മണ്ണാർക്കാടിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന സൈരന്ധ്രീവനത്തിൽ വീടുകൾ ഇല്ലെന്നതിനാലാണ് നിശബ്ദതയുടെ താഴ്വര എന്ന പേര് ലഭിച്ചത്. വീടുകളില്ലെങ്കിലും ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയായ ഇവിടെ ആസ്വാദനത്തിനും പഠനത്തിനും വിനോദത്തിനും ഫോട്ടോഗ്രാഫിക്കും പുറമെ പത്രമാധ്യമ പ്രവർത്തകരും കവികളും ചിത്രകാരന്മാരും സാഹസിക യാത്രികളും ചരിത്രാന്വേഷകരും പരിസ്ഥിതി പ്രവർത്തകരും നിത്യേന സന്ദർശനം നടത്തുന്നുണ്ട്.
സസ്യശാസ്ത്രജ്ഞനായ റോബർട്ട് വൈറ്റാണ് സൈലന്റ് വാലിയിലെ ജൈവസമ്പത്ത് ആദ്യമായി കണ്ടെത്തിയത്. ചിത്രസഹിതം അദ്ദേഹം 6 വോള്യങ്ങളിൽ പുസ്തകം പ്രസിദ്ധീകരിച്ചു. അട്ടയാത്രയുടെ ദണ്ട് അപർണക്ക് കൈമാറാണ്. അപർണ എവിടെ നിന്നാണ് വരുന്നത്? തൃശ്ശൂർ എവിടെയാണ്? താണി. ഈ കടുവ ആനയെ പിടിച്ചു പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് പറഞ്ഞാൽ കടുവ ആനയെ ഒരു 2-3 ദിവസം ഫോളോ ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുവന്ന് ഒരു കൂട്ടത്തിൽ തിരിച്ചു ഇവിടെ ആക്രമിച്ചു, പിടിച്ച് കൊന്നതിന് ശേഷമാണ് നമ്മളിവിടുന്ന് ആളുകൾ കാണുന്നത്. നമ്മുടെ സ്റ്റാഫുകൾ എന്നേ ബാക്കി വച്ചിട്ട് തീർത്ത 8 ദിവസത്തോളം പഴകിയ 2013 മാസം 13 10 വർഷം കഴിഞ്ഞില്ലേ? കുന്തിപ്പുഴയുടെ ലാളനയിൽ ഹരിതാപമായി നിലകൊള്ളുകയാണ് സൈലന്റ് വാലി. സൈലന്റ് വാലിയിലെ നിബിഡ വനങ്ങളിൽ എങ്ങും കുന്തിപ്പുഴ ജീവധാര പോലെ പല കൈവഴികളായി ഒഴുകി നടക്കുന്നത് കാണാം. തണുത്ത അന്തരീക്ഷമുള്ള കാടുകൾ നീരാവിയെ മഴയായി പെയ്യിക്കാൻ കെൽപ്പുള്ളതാണ്. അതിനാൽ മഴയും സുലഭം. സൈലന്റ് വാലിയിലേക്ക് പ്രവേശിക്കും മുൻപ് 11ഓളം ഹെയർപിൻ വളവുകളുള്ള അട്ടപ്പാടി ചുരം കടക്കണം. മൊക്കാലി ഫോറസ്റ്റ് ഓഫീസാണ് സൈലന്റ് വാലിയിലെ പ്രവേശന കവാടം. മൊക്കാലി ഇൻഫർമേഷൻ സെന്ററിൽ മറ്റു വാഹനങ്ങൾ പ്രവേശിക്കാനേ പാടില്ല. എക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ വാഹനത്തിൽ ഗൈഡിൻ്റെ കൂടെ സഞ്ചാരികളെ ബഫർ സോണിലൂടെ 24 കിലോമീറ്റർ കൊണ്ടുപോകും. വെങ്ങാച്ചോലമരം ഇവിടെ ആകർഷകമാണ്. കടുവയുടെ നഖപ്പാടുകൾ ഈ മരത്തിൽ കാണാം. കടുവ ഇര പിടിച്ചു കഴിഞ്ഞ ശേഷം ഈ മരത്തിൽ മാന്തും. ഇര പിടിക്കുമ്പോൾ സംഭവിക്കുന്ന മുറിവുകൾക്ക് ഈ മരത്തിൻ്റെ നീര് ഔഷധമത്രേ. ഏതാണ്ട് 5 കോടി വർഷം കൊണ്ടാണ് സൈലന്റ് വാലി ഉണ്ടായത് എന്ന് ചരിത്രം പറയുന്നു. ഒരു തെറ്റായ തീരുമാനം കൊണ്ട് എന്നേക്കുമായി വെള്ളക്കെട്ടിൽ അമർന്നു പോകുമായിരുന്ന ഈ വനസൗന്ദര്യം കാത്തുസൂക്ഷിക്കാൻ സുഗതകുമാരി ടീച്ചറും ശോഭീന്ദ്രൻ മാഷും ഒക്കെ നടത്തിയ ഇടപെടലുകൾ മഹത്തരം തന്നെ. പോരാട്ടത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും സമർപ്പണമാണ് സൈലന്റ് വാലി. 1973 പ്ലാനിംഗ് കമ്മീഷൻ അനുമതി ലഭിച്ചു. 24.88 കോടി രൂപ ചെലവിൽ 240 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് KSEB സൈലന്റ് വാലിയിൽ പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിക്കുന്നത്. എന്നാൽ ഇതോടെ ഈ വനസൗന്ദര്യം നശിച്ചു പോകുന്ന അവസ്ഥ പരിസ്ഥിതിവാദികൾ മുന്നോട്ട് വെച്ചു. ഇതോടെ സർക്കാർ പദ്ധതി റദ്ദ് ചെയ്തു. സൈലന്റ് വാലിയെ സംരക്ഷിച്ച് 1972 സ്റ്റോക്ക്ഹോമിൽ നടന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ പരിസ്ഥിതി സമ്മേളനത്തിൽ സൈലന്റ് വാലിയെക്കുറിച്ച് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി നടത്തിയ പരാമർശങ്ങൾ മാർഗദർശകമാണ്. 1984 നവംബർ 15 സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചു. പിറ്റേ കൊല്ലം പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ദേശീയോദ്യാനം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. നിശബ്ദതയുടെ താഴ്വര കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ് എന്ന് സമ്മതിക്കാതെ വയ്യ. 4 മണിയോടെ ഞങ്ങൾ സൈലന്റ് വാലിയിൽ നിന്നും തിരിച്ചു പോരുമ്പോൾ വഴിയിൽ നിന്നും വാങ്ങിയ ചോക്കോബാർ നുണഞ്ഞുകൊണ്ട് നിഗൂഢതകളുടെ ചരിത്രമുറങ്ങുന്ന സൈലന്റ് വാലിയോട് യാത്ര പറഞ്ഞു മടങ്ങി. 7:30 മണിയോടെ മജ്‌ലിസിലെത്തി.